പാകിസ്ഥാന്റെ നട്ടലൊടിച്ച S-400നെ ഇനി കാത്തിരിക്കാൻ ക്ഷമയില്ല. S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യയിലെത്തിക്കാൻ അജിത് ഡോവൽ നേരിട്ട് റഷ്യയിലേക്ക്. 2018 ഇന്ത്യ $5.4 ബില്യൺ, അതായത് ഏകദേശം 35,000 കോടി രൂപയ്ക്ക് S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സിസ്റ്റം യൂണിറ്റുകൾ വാങ്ങി. 3 എണ്ണം ഇതിനകം വിതരണം ചെയ്തു. 2 എണ്ണമാണ് ഇനി ലഭിക്കാനുള്ളത്. 2025 4ാമത്തെ സ്ക്വാഡ്രൺ എത്തും എന്നാണ് പ്രതീക്ഷ. റഷ്യ ഉക്രൈൻ യുദ്ധവും മറ്റ് ലോജിസ്റ്റിക് വെല്ലുവിളികളും കാരണം 5ാമത്തെ സ്ക്വാഡ്രൺ 2026 ലഭിക്കൂ. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം 300-ലധികം പാകിസ്ഥാൻ ഡ്രോണുകൾ S-400 ഉപയോഗിച്ച് ഇന്ത്യ വെടിവെച്ചിട്ടതോടെ ഈ സംവിധാനത്തിന്റെ മികവ് തെളിഞ്ഞിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, റഷ്യൻ S-400 ട്രയംഫ് സിസ്റ്റങ്ങൾ, തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ്, സമർ മിസൈലുകൾ, ബരാക് 8 മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ, ആന്റി ഡ്രോൺ സിസ്റ്റങ്ങൾ എന്നിവ കൊണ്ട് ഇന്ത്യ പ്രതിരോധം തീർത്തു. ലോകത്തിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായ S-400 റഷ്യയുടെ അൽമാസ് ആൻഡ് നിർമ്മിച്ചതാണ്. വിമാനങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും രൂപകൽപ്പന ചെയ്തതാണ്. 400 കിലോമീറ്റർ, അതായത് 250 മൈൽ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താനും ആക്രമിക്കാനും ഇതിന് കഴിയും. ദീർഘദൂര ഭീഷണികൾക്കെതിരെ ഫലപ്രദമായ പ്രതിരോധം തീർക്കുന്നു. സ്റ്റെൽത്ത് വിമാനങ്ങൾ, ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ 30 കിലോമീറ്റർ ഉയരത്തിലുള്ള വ്യോമ ഭീഷണികളെയും ലക്ഷ്യമിടാൻ സാധിക്കും. പഞ്ചാബ്, ജമ്മു, ശ്രീനഗർ മേഖലകൾ സുരക്ഷിതമാക്കാൻ പത്താൻകോട്ട് സെക്ടറിൽ ഒരു സ്ക്വാഡ്രൺ വിന്യസിച്ചിട്ടുണ്ട്. മറ്റൊന്ന് രാജസ്ഥാൻ, ഗുജറാത്ത് അതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സിലിഗുരി ഇടനാഴിയിലാണ് 3ാമത്തെ സ്ക്വാഡ്രൺ സ്ഥാപിച്ചിരിക്കുന്നത്. ലോകശക്തികളെല്ലാം ഭയക്കുന്ന ഒന്നാണ് റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമായ S-400. ശത്രുക്കളുടെ പോർ വിമാനങ്ങളും ഡ്രോണുകളും ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളുമെല്ലാം 40 മുതൽ 400 കിലോമീറ്റർ വരെ അകലത്തിൽ വെച്ച് തീർത്തുകളയാൻ S-400-നാവും. ഇന്ത്യ വാങ്ങുന്ന ഈ പ്രതിരോധ സംവിധാനത്തെ ലോകശക്തികളുടെ പോർ വിമാനങ്ങൾ പോലും ഭയക്കുന്നുണ്ട് എന്നത് രഹസ്യമായ പരസ്യമാണ്. ഒരേസമയം വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ഭേദിക്കാനുള്ള ശേഷിയാണ് S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാന പ്രത്യേകത. S-400 മിസൈൽ വാങ്ങാൻ 2015 ഇന്ത്യ താൽപര്യം പ്രകടിപ്പിച്ചത്. പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിലാണ് 2 രാജ്യങ്ങളും $543 കോടി കരാറിൽ ഒപ്പിട്ടത്. അമേരിക്കയുടെ ഉപരോധ ഭീഷണികളെ അവഗണിച്ചാണ് ഇന്ത്യ S-400 മിസൈൽ സംവിധാനം വാങ്ങാൻ റഷ്യയുമായി കരാർ ഒപ്പിട്ടത്. റഷ്യയിൽ നിന്ന് ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തും എന്നായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ ഭീഷണി. റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിരോധ വാങ്ങലുകൾ നിയന്ത്രിക്കുന്ന നിയമപ്രകാരം S-400 ഇടപാടിന് ഉപരോധം ഏർപ്പെടുത്തും എന്നായിരുന്നു മുതിർന്ന US ഉദ്യോഗസ്ഥർ ഇന്ത്യക്ക് നൽകിയ മുന്നറിയിപ്പ്. 2018 ഒക്ടോബറിലാണ് ഇന്ത്യയും റഷ്യയും $5.43 ബില്യൺ S-400 ഭൂതല മിസൈൽ പ്രതിരോധ കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യയിലെ 15 നഗരങ്ങളിലേക്ക് പാകിസ്ഥാൻ തൊടുത്ത മിസൈലുകളെ ആർക്കും ഒരു ചെറു പോറൽ പോലും ഏൽപ്പിക്കാത്ത വിധം തടഞ്ഞ് വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 സുദർശൻ ചക്രയാണ്. ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനം എന്ന ഖ്യാതിയുള്ള US-ന്റെ F-35 വരെ തകർക്കാൻ ശേഷിയുള്ള ഈ റഷ്യൻ നിർമ്മിത മിസൈൽ സംവിധാനമാണ് പാക് ചൈന അതിർത്തികളിൽ ഇന്ത്യക്ക് കാവലാൾ. റഷ്യയിൽ നിന്ന് 2015 ചൈന S-400 ട്രയംഫിനെ സ്വന്തമാക്കിയതിന് പിന്നാലെ 2018 ഇന്ത്യയും ഇത് വാങ്ങാൻ കരാർ ഒപ്പിട്ടത്. 2021 ആദ്യ യൂണിറ്റ് എത്തി. കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈൽ സംവിധാനം US-ന്റെ 4 പേട്രിയറ്റ് ഡിഫൻസ് യൂണിറ്റിന് തുല്യമാണ്. പേട്രിയറ്റിൽ നിന്ന് ചെരിച്ചാണ് മിസൈലുകൾ വർഷിക്കുന്നത്. മറിച്ച് ലംബമായി മിസൈൽ തൊടുക്കാം എന്നതാണ് S-400ന്റെ മെച്ചം. പാകിസ്ഥാനിലെ മിക്ക വ്യോമ താവളങ്ങളിൽ നിന്നും പോർ വിമാനം പറന്നുയർന്നാൽ അപ്പോൾ തന്നെ അത് റഡാറിൽ പതിയും. നിരീക്ഷണ പറക്കൽ പോലും അപ്പോൾ അറിയാം. റഡാറിന്റെ കണ്ണിൽപ്പെടാതെ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ, ക്രൂസ് മിസൈലുകൾ എന്നിവ പോലും കണ്ടെത്തി തകർക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് S-400. ന്യൂസ് ഡെസ്ക് കർമാൻസ്.